ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായി നിയമിതനായത് ആരാണ്? ധീരജ് സേത്ത്. ഇന്ത്യയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനു വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിനുള്ള ഖത്തർ ടീമിൽ ഇടം നേടിയ മലയാളി? തഹ്സിൻ മുഹമ്മദ് ജംഷീദ്. കണ്ണൂർകാരനാണ് തഹ്സിൻ. മഹാകവി പി സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത്? പി ശ്രീധരനുണ്ണി. യക്ഷിയുടെ പരിണാമം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. കേരളത്തിലെ ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് നടത്തുന്ന ജനസമ്പർക്ക പരിപാടി? കായകൽപ്പം. 2026 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ വനിതാ സിംഗിൾസ് ജേതാവായത് ആരാണ്? മിറ ആൻഡ്രീവ. പുരുഷ ജേതാവ് അലക്സാണ്ടർ ജ്വരേവ് ആയിരുന്നു. 2026 നടക്കുന്ന 20ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നം എന്താണ്? ഹോനോ ഹോൺ. അതിന്റെ അർത്ഥം ജ്വാല എന്നാണ്. ഏഷ്യൻ ഗെയിംസ് നടക്കുന്ന വേദി ഐച്ചി നഗോയ, ജപ്പാനിലുള്ള ഐച്ചി നഗോയ. ലോക ബാഡ്മിന്റൺ ഫെഡറേഷൻ കൗൺസിൽ അംഗമായ ഇന്ത്യൻ വനിതാ ബാഡ്മിന്റൺ താരം ആരാണ്? PV സിന്ധു. ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള നീളം കൂടിയ സിംഗിൾ ട്യൂബ് ടണൽ? സോജില തുരങ്കം. രാജ്യത്തെ ആദ്യത്തെ മനുഷ്യ ആന സംഘർഷ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത്? ജാർഖണ്ഡിലുള്ള പലാമു ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാത്ത പോർട്ട് ടാക്സി സംവിധാനം നിലവിൽ വരുന്ന നഗരം ഏതാണ്? മുംബൈ. ഇന്ത്യയിൽ ഇലക്ട്രിക് ട്രെയിൻ ഓടിത്തുടങ്ങിയതിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ വെള്ളി നാണയത്തിൽ ആലേഖനം ചെയ്ത ചിത്രം എന്തായിരുന്നു? വന്ദേ ഭാരത് ട്രെയിൻ. കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? KV തോമസ്. 2026 ജൂണിൽ നടന്ന 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം? ഫ്രാൻസ്. ലോകബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ? നീലകണ്ഠ മിശ്ര. ഇന്ത്യയിലെ ആദ്യ മാതൃകാ അതിർത്തി ഗ്രാമമായി തെരഞ്ഞെടുത്തത്? ലഡാക്കിലുള്ള ചുമുർ. കേരളത്തെ പരിപൂർണമായി അഴിമതി വിമുക്തമാക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതി? പ്രൊജക്ട് സീറോ. നോർവേ ചെസ് ടൂർണമെന്റിൽ വിജയിയായ ആദ്യ ഇന്ത്യക്കാരൻ? ആർ പ്രജ്ഞാനന്ദ. ആഗോള പരിസ്ഥിതി പുരസ്കാരമായ ദി എർത്ത് പ്രൈസ് കരസ്ഥമാക്കിയ ഇന്ത്യൻ കൗമാര സംഘം? അരിയാന അഗർവാൾ, അവ്യാന മേത്ത, വിവാൻ ചൗചാരിയ. കൃഷി, പോഷകാഹാരം, പൊതുജനാരോഗ്യം എന്നിവ ശാസ്ത്രീയമായി സംയോജിക്കുക ലക്ഷ്യത്തോടെ 2026 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി? സെഹത് മിഷൻ. ഗ്രേറ്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? KP രാമനുണ്ണി. സുപ്രീം കോടതി രജിസ്ട്രാറായി നിയമിതയായ മലയാളി? ശാലീന VG നായർ. അടുത്തിടെ ഷിഗല്ല രോഗബാധയും മരണവും റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല ഏതാണ്? കോഴിക്കോട്. കേരള മുഖ്യമന്ത്രി VD സതീശന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തി ആരാണ്? KS ശബരിനാഥൻ. കേരളത്തിന്റെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആയി നിയമിതനായ വ്യക്തി? ഡോക്ടർ A കൗശികൻ. 2026 ലോക പരിസ്ഥിതി ദിനത്തിൽ 8 മണിക്കൂർ കൊണ്ട് സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച സംസ്ഥാനം? അസം. കേരളത്തിൽ പകർച്ചവ്യാധികൾ തടയുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന പരിശോധന? ഓപ്പറേഷൻ ക്ലീൻ കേരള. ഇന്ത്യയിൽ ആദ്യമായി വയോജന വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം? കേരളം. 2026 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലായിടത്തും സുരക്ഷിതമായ ഭക്ഷണം, അല്ലെങ്കിൽ ഫ്രം ബർഡൻ ടു സൊല്യൂഷൻസ്, സേഫ് ഫുഡ് എവ്രിവെയർ. 2026 ജൂൺ പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന നഗരം ഏതാണ്? അഹമ്മദാബാദ്. രാജ്യത്ത് ആദ്യമായി സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 3 ദിവസം വരെ ആർത്തവ അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം? കേരളം. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഉദ്ഘാടന മത്സരം അരങ്ങേറിയ സ്റ്റേഡിയം? അസ്റ്റെക്ക സ്റ്റേഡിയം, മെക്സിക്കോ സിറ്റി. 2026 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ മുഖ്യവേദി? കൊൽക്കത്ത. 2026 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം എന്ത്? ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായുള്ള യോഗ, യോഗ ഫോർ ഹെൽത്തി ഏജിംഗ്.
ലോക പരിസ്ഥിതി ദിനമായ 2026 ജൂൺ 5 ഇന്ത്യയിലെ 100ാമത് റാംസർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലം ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം, ഉത്തർപ്രദേശ്. ഉല്ലാസ് പദ്ധതിയിലൂടെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച 5ാമത്തെ സംസ്ഥാനം സിക്കിം. 2026 ഫിഫ ലോകകപ്പ് ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഗാനം ഡായ് ഡായ്. എബോള രോഗബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യങ്ങൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും ഉഗാണ്ടയും. പ്രശസ്ത ചിത്രകാരി അമൃത ഷെർഗിലിന്റെ ജീവിതം ആസ്പദമാക്കി മീര നായർ സംവിധാനം ചെയ്യുന്ന ചിത്രം അമ്രി. ഇന്ത്യൻ പൗരന്മാർക്ക് തങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിനായി സർക്കാർ നൽകുന്ന 14 അക്കങ്ങളുള്ള തനത് തിരിച്ചറിയൽ നമ്പർ ആഭ നമ്പർ, ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് നമ്പർ. റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടന്റെ ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ട 2ാമത്തെ ഇന്ത്യൻ വനിത ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. ക്രൈം ഇൻ ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം ക്രിമിനൽ കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത്? കേരളം. 2026 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് രാജ്യങ്ങളിലെ കൃഷി മന്ത്രിമാരുടെ യോഗം നടക്കുന്ന ഇന്ത്യൻ നഗരം ഇൻഡോർ. 2026 ജൂലൈയിൽ നാറ്റോ ഉച്ചകോടിക്ക് വേദിയാകുന്നത് തുർക്കിയിലെ അങ്കാറ. ഇന്ത്യയിൽ ആദ്യമായി വയോജനക്ഷേമം ലക്ഷ്യമിട്ട് ജാപ്പനീസ് ജീവിതശൈലിയായ ഇക്കിഗായ് മാതൃകയിൽ പ്രത്യേക വകുപ്പ് രൂപീകരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. വായു മലിനീകരണം കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ ആൽഗെ ട്രീ സ്ഥാപിതമായത് എവിടെയാണ്? ഭോപ്പാൽ. പുതിയ അധ്യയന വർഷത്തോടനുബന്ധിച്ച് സ്കൂൾ പരിസരം കേന്ദ്രീകരിച്ച് ലഹരി മാഫിയകളെ അടിച്ചമർത്തുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതി. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ 3ാമത്തെ മലയാളി വനിത എന്ന നേട്ടം സ്വന്തമാക്കിയതാര്? സുഹറ സിറാജ്. 2026 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം അസർബൈജാൻ. 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി. ഇൻസ്പയർഡ് ബൈ നാച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ ആദ്യ തായ്വാനീസ് എഴുത്തുകാരി യാങ് ഷുവാൻസി. തായ്വാൻ ട്രാവലോഗ് എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ലിൻ കിങ് ആണ്. മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ജനനി, ജേർണി ഓഫ് ആന്റിനേറ്റൽ, നീറ്റൽ ആൻഡ് നിയോനീറ്റൽ ഇന്റഗ്രേറ്റഡ് കെയർ. സംസ്ഥാനത്തെ പുതിയ എക്സൈസ് കമ്മീഷണർ ആരാണ്? സീറാം സാംബശിവ റാവു. വാണിജ്യ നികുതി വകുപ്പിന്റെ പുതിയ പേരെന്താണ്? സംസ്ഥാന GST വകുപ്പ്. അടുത്തിടെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ആരാണ്? നിലൻ എ ശ്രീജിത്ത്. 2026 സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഗാനം രചിച്ചത് ആരാണ്? റഫീഖ് അഹമ്മദ്. പൊതുജനങ്ങൾക്ക് പദ്ധതികൾ എളുപ്പത്തിൽ ഫയൽ ചെയ്യുന്നതിനായി കേന്ദ്ര ഭരണ പരിഷ്കാര പൊതുപദ്ധതി പരിഹാര വകുപ്പും ഭാഷിനിയും സംയുക്തമായി അടുത്തിടെ പുറത്തിറക്കിയ AI അധിഷ്ഠിത വോയിസ് ചാറ്റ് ബോട്ട് ഏതാണ്? സമാധാൻ ദീദി. അടുത്തിടെ ബാബേസിയ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദേശീയോദ്യാനം ഗിർ ദേശീയോദ്യാനം. വിദ്യാർത്ഥികളിൽ കൃഷിയുടെ താല്പര്യം വളർത്തുന്നതിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനുമായി കേരള കൃഷി വകുപ്പ് സ്കൂളുകളിൽ ആരംഭിക്കുന്ന ക്ലബ്ബുകളുടെ പേര് കതിർ. പശ്ചിമഘട്ടത്തിൽ പുതുതായി കണ്ടെത്തിയ സസ്യം ഹംബോൾട്ടിയ നായരിയേന. ലോകത്തിലെ ഏറ്റവും വലിയ ജീവനുള്ള പവിഴപ്പുറ്റു കോളനിയായ ഉരുളക്കിഴങ്ങ് പാച്ച് കണ്ടെത്തിയതെവിടെ? കടമത്ത് ദ്വീപ്, ലക്ഷദ്വീപിലെ കടമത്ത് ദ്വീപ്. അമേരിക്കൻ എഴുത്തുകാരനായ മാർക്ക് ട്വൈനിന്റെ ഏത് നോവലിനാണ് 2026 ജൂൺ 9 150 വയസ്സായത്? ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സ്വെയർ. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ വേദികളാകുന്ന രാജ്യങ്ങൾ ഏതെല്ലാം? US, കാനഡ, മെക്സിക്കോ. 2026 ലോകകപ്പിന്റെ പന്തിന്റെ പേര് ട്രയോണ്ട. കേരള കാർഷിക സർവകലാശാല അടുത്തിടെ വികസിപ്പിച്ചെടുത്ത പുതിയ പച്ചമുളകിനം KAU തേജസ്വിനി. ഇന്ത്യയിൽ ആദ്യമായി മണ്ണിൽ പൂർണ്ണമായും ദ്രവിച്ചു ചേരുന്ന പാക്കറ്റുകളിൽ പാൽ വിപണിയിൽ ഇറക്കുന്ന സ്ഥാപനം മദർ ഡയറി. മൃതശരീരം കീറി മുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്താവുന്ന വെർച്വൽ ഓട്ടോപ്സി സംവിധാനം സംസ്ഥാനത്ത് നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. ISROയുടെ ബാഹുബലി എന്നറിയപ്പെടുന്ന റോക്കറ്റ്
LVM-3. ഇന്ത്യയിലെ ലാൻഡ് പോർട്ട് പ്രവർത്തനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും ആരംഭിച്ച ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം. വിനിമയ്. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി എന്ന ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡ് മറികടന്നത് ആരാണ്? നരേന്ദ്രമോദി. നിശാശലഭ ക്യാമ്പസ് എന്ന വിശേഷണത്തിന് അർഹമായ കേരളത്തിലെ സർവകലാശാല? ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല, കാലടി. നാഷണൽ സേഫ്റ്റി കൗൺസിൽ കേരള ചാപ്റ്റർ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും മികച്ച ശുദ്ധവായു ലഭിക്കുന്ന വനമേഖല ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന കേരള സർക്കാരിന്റെ പുതിയ പദ്ധതി. പ്രിയദർശിനി. ഫിഫ ലോകകപ്പിന്റെ ആൽബത്തിലെ ഗാനം നൃത്ത സംവിധാനം ചെയ്ത ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? രജിത് ദേവ്. ആഗോള സമാധാന സൂചിക 2026 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം? ഐസ്ലാൻഡ്. 2026 ലോക ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ബാലവേലയ്ക്ക് റെഡ് കാർഡ്, കുട്ടികൾക്കുള്ള ഫെയർ പ്ലേ, മുതിർന്നവർക്ക് മാന്യമായ ജോലി. ലോകത്തിലെ ആദ്യത്തെ ട്രില്യണയർ ആരാണ്? എലോൺ മസ്ക്. KSRTCയിൽ PSC വഴി നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഡ്രൈവർ? VP ഷീല. P. കേശവദേവ് ട്രസ്റ്റിന്റെ P. കേശവദേവ് സാഹിത്യ പുരസ്കാരം ഈ വർഷം ലഭിച്ചതാർക്കാണ്? സുഭാഷ് ചന്ദ്രൻ. അടുത്തിടെ KG തലം മുതൽ PG തലം വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം? ഒഡീഷ.